പരസ്യചിത്രങ്ങളുടെ അത്ഭുത ലോകത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം പരസ്യരംഗത്തെ വളരെ സീനിയറായിട്ടുള്ളൊരു സംവിധായകനാണ് കൂടെയുള്ളത്. പട്ടാമ്പിക്കാരനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് റബ്കോ, മലബാർ ഗോൾഡ്, ഇന്ത്യൻ ഓയിൽ, ലക്സസ് സോപ്പ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഭാനുപ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പരസ്യ കലാ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. എങ്ങനെയാണ് പരസ്യരംഗത്തേക്ക് ഈ പട്ടാമ്പിയിൽ നിന്ന് എത്തുന്നത്? അല്ലെ ബൈ ആക്സിഡൻറ്റ് എന്നൊക്കെ പറയും. ഞാൻ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ട് 84 ഞാൻ ബാംഗ്ലൂർ അഡ്വർടൈസിങ് ഏജൻസിയിൽ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ റൈറ്റർ ട്രെയിനി. കോപ്പി റൈറ്റർ ട്രെയിനി ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അഡ്വർടൈസിങ്ങിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് നിരവധി ഏജൻസികളിലും വർക്ക് ചെയ്തു. ഫിലിം മേക്കിംഗ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാഷനായിട്ട് പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം കൊണ്ട് പിന്നെ ഫിലിം മേക്കിങ്ങിലേക്ക് വന്നതാണ്. ചെയ്തിട്ടുള്ള സ്ലോഗൻസ് ഏതെങ്കിലും പറയാൻ പറ്റും? ആത്മബന്ധത്തിൻ്റെ സ്വർണ്ണസ്പർശമുണ്ട്, പിന്നെ റബ്കോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേക്കിങ്ങിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ഫിലിം ഏതായിരുന്നു? മേക്കിങ്ങിൽ വന്നിട്ട് ആദ്യം ഞാൻ ചെയ്തത് ശരിക്കും ആഡായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പരസ്യമാണ്. പക്ഷേ മേക്കിങ്ങിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതായത് ഞാൻ ആദ്യമായിട്ട് ബീറ്റാ ക്യാമിൻ്റെ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുന്നത് സ്പെൻസേഴ്സ് ഉണ്ട് മദുരാശിയിൽ. അവർ 100 years സെൻറ്റിനറി സെലിബ്രേഷൻ സമയത്ത് അവരൊരു 100 years സെൻറ്റിനറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടി. അതവിടെ ഡോക്യുമെൻ്ററി പോലെ. അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആയിരുന്നു. ഈ ആദ്യത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ ഇതിന് ശേഷം പിന്നെ മേജർ വർക്കുകളിലേക്ക് വന്നത് ആ ഒരു പീരീഡിൽ അങ്ങനെ ഒരു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊക്കോ ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലൊരു ബ്രാൻഡുണ്ട്. അതൊന്നും ഇപ്പം അതിൻ്റെ കഥ പോലും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പീരീഡ്. അത് ഏത് ഇയറിലായിരുന്നു? അത് ദാറ്റ്സ് ഓൾ ഹാപ്പൻഡ് ഇൻ 1998. ആ ഒരു പീരീഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പരസ്യ ചിത്ര സംവിധാനത്തിൽ നിന്ന് കുറച്ച് വിട്ടുനിന്നു. കുറേ ബ്രാൻഡ് ഡിസൈനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ രണ്ടാമതും ഇതിലേക്ക് വരുന്നത് ഈ കോഴിക്കോട് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നു. എന്നിട്ടാണ് ലക്സസ് സോപ്പ്, അവർ കുറേ ബ്രാൻഡുകളുണ്ട്, ഡിറ്റർജൻറ്റ് ബ്രാൻഡ്സ്, അതിൻ്റെ പരസ്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമതും ഈ പരസ്യചിത്ര സംവിധാനം എന്നുള്ള പരിപാടി രണ്ടാമതും തുടങ്ങുന്നത്. അതിനുശേഷം മലബാർ ഗോൾഡ്. എങ്ങനെയാണ് ഈ സെലിബ്രിറ്റി മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ സിനിമാക്കാരാണല്ലോ സാറിന് ഈ ആക്ടേഴ്സിനൊക്കെ കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഐ thoroughly എൻജോയ് വർക്കിംഗ് വിത്ത് ദം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഒരു ത്രോബെഡ് പ്രൊഫഷണലിസം നമ്മളെ ജോലി കുറേ എളുപ്പമാക്കും. പിന്നെ ഞാനിപ്പോൾ സാനിയ മിർസ, ഹേമമാലിനി, ഓഫ് കോഴ്സ് മോഹൻലാൽ, ഈ പുനീത് രാജ്കുമാരൻ കന്നഡ, ജൂനിയർ NTR, ഇളയരാജ, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് ഇവരെല്ലാവരുടെ അടുത്ത് വർക്ക് ചെയ്യുന്നതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു. ആഡ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കഥ കണ്ടെത്തുന്നതും? ഏറെക്കുറെ ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹൈക്കു സ്വഭാവത്തിലുള്ള ഒരു പ്രോസസ്സാണ് ആഡിലും നടക്കുന്നത്. ഇതിലിപ്പോൾ കഥയ്ക്ക് പകരം നമ്മളെ ആശയം എന്നുള്ളത് മാത്രമേ ഒരു കാര്യമായ വ്യത്യാസം പറയുള്ളൂ. അത് ഡിറൈവ് ചെയ്യുന്നത് ഈ ക്ലയൻറ്റിന് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആശയം കണ്ടെത്തുന്നത്. മലബാർ ഗോൾഡിൻ്റെ ഒരു പരസ്യം പരിസ്ഥിതി ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടായിരുന്നു. അതെ. അത് താങ്കളുടെ ഐഡിയ ആയിരുന്നു? അതെ. അതെന്ന് വെച്ചാൽ ഒരു ടാക്ടിക്കൽ മൂവായിരുന്നു അത്. ഓഫ് കോഴ്സ് അതിന് നമ്മൾ ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അതിന് ആ പദം ഉപയോഗിക്കുമ്പോൾ അതെന്തോ ടാക്ടിക്കാണോ എന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. മലബാർ ഗോൾഡ് ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളവർക്ക് അവർ ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പുലർത്തുന്ന ഒരു സ്ഥാപനം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഈ ക്ലീൻ കേരള മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ മാതിരി എല്ലാവരും ജ്വല്ലറിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഒരു അട്ടർ ബ്രാൻഡ് മിസ് ഐഡൻറ്റിറ്റി എന്നൊരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നത് ഒരേപോലത്തെ സാധനങ്ങൾ, എല്ലാവരും ആ ലോഗോ പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ പക്ഷേ എല്ലാത്തിനും മനസ്സിലാവില്ല ഇത് ഏതാണ്.
പ്രകൃതി ഇല്ലെങ്കിൽ ഈ പൊന്ന് ഉപയോഗിക്കാൻ ആളുണ്ടാവില്ല എന്നെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടല്ലോ അതിൽ. വാസ്തവത്തിൽ അത് തന്നെയായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ഇത് എങ്ങനെയാണ്, ഇതൊരു വെളിപാട് പോലെ വീണ് കിട്ടുന്നതാണോ, അതിന് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചില സമയത്ത് നമുക്ക് പറഞ്ഞ മാതിരി വെളിപാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ല ശരിക്കും ഇങ്ങനെ ഒരു നമ്മളൊരു ഇൻറ്റ്യൂഷനോ ഇങ്ങനെ ഒരു റൂട്ട് ആലോചിച്ചാൽ എന്താ എന്നുള്ളത് മിക്കവാറും ഒരു വെളിപാട് പോലെ തന്നെ വീണ് കിട്ടുന്നതായിരിക്കണം. പക്ഷെ അതിനെ പിന്നെ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ചർച്ചകളും ഇതൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ തന്നെ വാസ്തവത്തിൽ അതൊരു ബ്രാൻഡിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണല്ലോ അതിനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അത് പരസ്യം നമ്മൾ ടെലിവിഷനിലൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ കുട്ടികളെ ഈ പരസ്യത്തെ റെഫർ ചെയ്തിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഒരു ബ്രാൻഡ് പ്രോപ്പർട്ടി ഒരു സോഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് മാറാം. വാസ്തവത്തിൽ നമ്മളത് ചോദിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണത്തിലോ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ മാലിന്യ സംസ്കരണം ഇതൊന്നും നമ്മുടെ പണിയല്ല. ഈ നിലപാട് നാം മാറ്റണം. നാടിനെ മാലിന്യമുക്തമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കാലിക്കറ്റ് എന്തുകൊണ്ടാണ് ഒരു വർക്കിംഗ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത്? സാധാരണ ഇത്തരം ഒരു സാമ്പത്തിക തലസ്ഥാനം എറണാകുളമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കറക്റ്റ്. അതെന്താ വെച്ചാൽ ഞാൻ ഒരുപാട് സിറ്റീസിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഓഫ്കോഴ്സ് കൊച്ചിയിൽ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ബിഗ് സിറ്റീസ് ലെസ് ആൻഡ് ലെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കോഴിക്കോട് വന്നിട്ട് നമുക്ക് രണ്ടാമത് ഈ ഒരു ആരംഭിക്കാം എന്നുള്ള ഇതിൽ അങ്ങനെയാണ് കോഴിക്കോട് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാത്തത്? ആഡ് ഫിലിം മേക്കേഴ്സ് സിനിമ ചെയ്യുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലൊരു വ്യത്യാസമുണ്ട്. ആഡ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഇൻസ്റ്റൻറ്റ് കഥകളിമാരത്തൊരു പരിപാടിയാണ്. ഇതിനെ നമ്മൾ പുലരും വരെ കഥകളിയാക്കുന്ന ഒരു സിനിമയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫ്രെയിമിലിരുന്ന് ആലോചിച്ചാൽ എനിക്കൊരു ആഡ് ഫിലിമിൻ്റെ ആലോചന മാത്രമേ വരുള്ളൂ. അപ്പോൾ പ്രോബ്ലി ഞാനൊരു ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 2.5 മണിക്കൂർ ആഡ് ഫിലിമായി മാറാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതൊന്നൊരു സബാറ്റിക്കൽ എടുക്കണം.